ഹായ്, മാവേലി നമ്മുടെ നാട്ടിൽ വരുമ്പോഴേ ഒരു ക്യാമറ വാങ്ങണമെന്ന് കരുതുക. എന്തിനാണെന്നോ, നമ്മുടെ സുന്ദരമായ കേരളത്തിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി മൂപ്പര് തിരിച്ചു പാതാളത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ. അമീർ ഖാൻ PK സിനിമയിൽ നായികയുടെ ഓഡിയോ കാസറ്റിൽ പകർത്തി കൊണ്ടുപോകണല്ലേ, അതുപോലെ. അപ്പോൾ ഏത് ക്യാമറ വാങ്ങണമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക 360 ക്യാമറകളാണ്. എൻ്റെ കാര്യം എന്നറിയോ, ഭൂതം, ഭാവി, വർത്തമാനം, ഇത് മൂന്നും ഒരേ സമയം ഷൂട്ട് ചെയ്യാവുന്ന ഏക ക്യാമറ 360 ക്യാമറകളാണ്. അപ്പോൾ മാവേലിയോട് മാത്രമല്ല 360 ക്യാമറകൾ ആർക്കൊക്കെ വാങ്ങാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സോളോ റൈഡറാണെന്ന് കരുതുക. അത് വേറെ ആരും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നുമില്ല എന്നും കരുതുക. രണ്ടാമത്, യാത്രകളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ അത്തരക്കാരോടും കൂടെ സജസ്റ്റ് ചെയ്യുന്ന ക്യാമറയാണ് 360 ക്യാമറകൾ. ഇനി മാവേലി വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, 360 ക്യാമറകൾ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ DJI Osmo 360 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഒരു മുൻകൂർ ജാമ്യമുണ്ട്, നമ്മുടെ സാധാരണ വീഡിയോക്കാൾ ലെങ്തി ആയിരിക്കും ഈ വീഡിയോ. കാരണം എന്താ വെച്ചാൽ DJI Osmo 360 എന്ന് പറഞ്ഞ പുതിയ പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടണം, 360 ക്യാമറ എന്താണെന്ന് അറിയണം, പിന്നെ മഹാബലി ചോദിച്ചതിനുള്ള കാരണങ്ങളും പറയണം. അപ്പോൾ ട്രാവലറിൻ്റെ പുതിയ ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ആദ്യം എന്താണ് 360 ക്യാമറ എന്ന് നോക്കാം. ഈ ബോള് 360 ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു കോണളവ് പറയുകയാണെങ്കിൽ. കോണളവ് ശരിക്കും ഒരു വട്ടത്തിലുള്ളതിനാണ് 360 എന്ന് പറയുക. ഇതേപോലെ ഈ ബോൾ ഒരു ക്യാമറ എന്ന് കരുതുക, അതാണ് 360 ക്യാമറ. ഈ 360 ക്യാമറയെ പറ്റി പറയുന്നതിൻ്റെ മുമ്പേ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പരിചയപ്പെടണം. ഒരു കണ്ണടിക്കുമ്പോൾ എത്ര കാണാൻ പറ്റും? ഇതേ ഇവിടം തൊട്ട് എനിക്ക് ഇവിടം വരെ കാണാൻ പറ്റും, അതായത് ഇത്ര റേഞ്ച്. മുകളിലാണെങ്കിൽ എനിക്ക് ഇവിടം തൊട്ട് ഇത് ഇത്ര വരെ കാണാൻ പറ്റും, ഇങ്ങനെ റേഞ്ച്. കണ്ണിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ 200 ഡിഗ്രിയാണ്. ഇങ്ങോട്ടാണെങ്കിലോ 135 ഡിഗ്രി. നമ്മുടെ ആക്ഷൻ ക്യാമറകൾ ഉണ്ടല്ലേ, അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ലെൻസ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ 170 ഡിഗ്രിയാണ്. ഇനി 360 ക്യാമറകളുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്താ? 360 ആണ്, അതായത് കംപ്ലീറ്റ്. അപ്പോൾ സിമ്പിളാണ് 360 ക്യാമറ. ഒരു ആക്ഷൻ ക്യാമറ, ഇപ്പുറത്തൊരു ആക്ഷൻ ക്യാമറ, അത് രണ്ടും കൂടെ ഒരു പന്ത് പോലെ ആക്കും. എന്നിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇത് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി വിഷ്വൽ കിട്ടും. 360 ഡിഗ്രി വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 360, ഇങ്ങനെ 360, എങ്ങനെ നോക്കിയാലും 360 ഡിഗ്രി. അതായത് ആകാശം കാണാം, ഭൂമി കാണാം, സൈഡ് കാണാം, എല്ലാം കാണാം. അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകതയുള്ള ഒന്ന്. ഇനി നമുക്ക് DJI Osmo 360യുടെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. 2 ബോക്സാണ് ഉള്ളിലുള്ളത്, ആക്സസറീസിൻ്റെ 360യുടെ. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ക്യാമറ പുറത്തേക്ക് എടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ബോഡി, ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്, സ്റ്റേഡിയാണ്. ഇനിയുള്ളത് ആക്സസറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 360 ക്യാമറയ്ക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സോഫ്റ്റ് പൗച്ചാണ്. സാധാരണ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് ഇങ്ങനെ ഒരു പൗച്ച് അഡീഷണലായിട്ട് വാങ്ങേണ്ടി വന്നു. പക്ഷേ ഇതൊരു രസമുള്ള പൗച്ചാണ്. കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ ഉള്ളൊക്കെ നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ലെൻസൊക്കെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവിടെ കിടന്നോളും. പിന്നെയുള്ള നല്ല കട്ടിയുള്ള കടാകടിയൻ Type-C to C കേബിള്. ഇതാണ് DJIയുടെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്. ദേ ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് തിരിച്ച് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങറാണ്, നല്ല സ്റ്റേഡി ആയിട്ടാണ് നിൽക്കുക. പക്ഷേ ഈ രണ്ടറ്റത്തും 2 ബട്ടൺസ് ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഈസി ആയിട്ട് ഇങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്യാം. ഇനി ആനെ വാങ്ങുമ്പോൾ തോട്ടി കൂടെ വേണം എന്ന് പറഞ്ഞ പോലെയാണ് 360 ക്യാമറ വാങ്ങുമ്പോൾ ഈ ഇൻവിസിബിൾ സ്റ്റിക്കും കൂടെ വേണം. 120 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ 360 ക്യാമറയിൽ വീഡിയോ എടുക്കുക. മറ്റൊരു രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ലെൻസ് ക്യാപ്പാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ പൗച്ചിൽ എടുക്കുക പിന്നെ അടച്ചു വയ്ക്കുക, അങ്ങനെ പറ്റില്ല. അപ്പോൾ യാത്രയിൽ തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസ് ക്യാപ്പ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. ലെൻസ് അവിടെ സേഫ് ആയിട്ടിരുന്നുള്ളൂ. ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞു റഗ്ഡാണ്, ക്യൂട്ടാണ്. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഒറ്റ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അതൊരു ലാഗും ഇല്ല. അതൊരു അഡ്വാൻറ്റേജാണ് മറ്റ് ആക്ഷൻ ക്യാമറകളൊക്കെ അപേക്ഷിച്ചിട്ട്. ഇതിൻ്റെ പിൻവശത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് 1/4 ഇഞ്ച് ത്രെഡ് ഹോളാണ്. നമുക്ക് വിപണിയിൽ കിട്ടുന്ന എല്ലാ ഈ ടൈപ്പ് സാധനങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു സിംഗിൾ ലെൻസ് യൂസേജ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയ്ക്കുക. നമുക്ക് 360 വേണ്ട, നമുക്ക് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വ്ളോഗിങ് അല്ലെങ്കിൽ ഒരു സെൽഫി വ്ളോഗിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇങ്ങനെ തിരിക്കാം. അപ്പോൾ സിംഗിൾ ലെൻസ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനും 360 ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഇനി എന്തുകൊണ്ടാണ് മാവേലിക്ക് നമ്മൾ 360 ക്യാമറ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 4 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ പറയുക, സിമ്പിൾ ടു യൂസ് ആണ്. ഈ ഇൻവിസിബിൾ സ്റ്റിക്ക് അറ്റാച്ച് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ക്വിക്ക് സ്വിച്ച് അമർത്തിയാണ്ട് ഷൂട്ട് ചെയ്താൽ മതി. അതായത് ഈ ക്യാമറ ഉപയോഗിക്കാൻ പോളിടെക്നിക്കിലൊന്നും പോകേണ്ട കാര്യമില്ല. ഏത് എക്സ്ട്രീം ക്ലൈമറ്റിലും ഈ കുഞ്ഞു ക്യാമറയെ കൊണ്ടുപോകാമെന്നാണ് കമ്പനി പറയുന്നത്. -20 ഡിഗ്രിയിലൊക്കെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൺസൂൺ ആവട്ടെ, വെള്ളച്ചാട്ടം ആവട്ടെ, കുറച്ചും ചളി പുരണ്ട ഏരിയയൊക്കെ ആവട്ടെ, നമുക്ക് ഇതിനൊരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ ഒരു ആളെ ആവശ്യമില്ല. മാവേലി ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേറൊരു അസിസ്റ്റന്റിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങളെ വേറൊരാൾ ഷൂട്ട് ചെയ്യണ പോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ വിഷ്വൽ. ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ, നിങ്ങളൊരു ബജറ്റ് യാത്ര ചെയ്യുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒറ്റയ്ക്കാണ് പോക്ക്, അങ്ങനെയുള്ള സമയത്തൊക്കെ 360 ക്യാമറ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇനി എങ്ങനെയാണ് 360 ക്യാമറകൾ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവ ഒരേ സമയം ഷൂട്ട് ചെയ്യുക? നോക്കുക, ഞാനിപ്പോൾ മുന്നോട്ട് നടന്നു പോവാണ്. നമ്മൾ മുന്നോട്ട് കിടക്കുമ്പോൾ പിന്നിട്ട വഴികൾ, അതായത് നടന്നു തീർത്ത വഴികൾ, നമ്മുടെ ഭൂതകാലം എന്ന് വേണമെങ്കിൽ പറയാം, അതും 360 ഡിഗ്രി ക്യാമറ ഷൂട്ട് ചെയ്യും. പിന്നുള്ളത് നമ്മുടെ വർത്തമാനം, ഞാനുള്ള കാലമാണ് വർത്തമാനം, എന്നെ ഷൂട്ട് ചെയ്യും. നമുക്ക് മുന്നോട്ടുള്ളത് അത് ഭാവിയാണ്, മുന്നോട്ടുള്ളത് ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു സ്റ്റിക്ക് ഘടിപ്പിച്ച ക്യാമറ ആയിട്ട് ഇങ്ങനെ നടന്നു പോയാൽ മാത്രം മതി, എല്ലാം ഷൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 കാലവും ഒരേ സമയം ഷൂട്ട് ചെയ്ത് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ മാവേലിക്ക് എന്തുകൊണ്ടാണ് 360 ക്യാമറ സ്യൂട്ടബിൾ ആയതെന്ന്. മൂപ്പർക്ക് ഇതും പിടിച്ച് നാട്ടിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ മതി, എല്ലാ വിഷ്വലും ഷൂട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നിലെ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പിന്തിരിഞ്ഞിരിക്കണം, മുന്നിലെ വിഷ്വൽ നോർമലി ഷൂട്ട് ചെയ്യുക. പിന്നെ എന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ വേറൊരാൾ വേണം, അല്ലെങ്കിൽ ഞാൻ സെൽഫി മോഡിലൊക്കെ ഷൂട്ട് ചെയ്യണം. അതൊന്നും വേണ്ട, ഒരു സ്റ്റിക്കുമായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ആ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് നായ്ക്കളൊന്നും വരില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കാൻ വയ്യാത്ത വിധ നായ്ക്കളുണ്ടല്ലോ. ഇനി വേറൊരു രസമുള്ള കാര്യം എന്താണെന്നറിയോ, മാവേലിക്ക് ഇതുമായിട്ട് പാതാളത്തിൽ ചെന്നാൽ ഓരോ സ്ഥലത്തെയും വീഡിയോ, അതായത് ഓരോ കാലത്തെയും വീഡിയോ വെവ്വേറെ എക്സ്പോർട്ട് ചെയ്ത് എൻജോയ് ചെയ്യാം. രജനീകാന്ത് പറയില്ലേ, ഒരു തടവ് സ്വന്ന അത് 100 തടവ് സ്വണ്ണ മാതിരി. അതേപോലെയാണ് 360 ക്യാമറകളിൽ ഒരു വിഷ്വൽ എടുത്താൽ മതി, അതിനൊരു 100 അല്ല 1000 വിഷ്വൽ വേറെ ഉണ്ടാക്കാം. അതായത് നമ്മൾ പിന്നിട്ട വഴിയുടെ വിഷ്വൽ മാത്രം മതിയെങ്കിൽ അത് DJI Mimo എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതുവഴി എക്സ്പോർട്ട് ചെയ്യാം. ഇനി എൻ്റെ വിഷ്വൽ മാത്രം മതിയെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാം, മുന്നിലുള്ളത് മാത്രം മതിയെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ആകാശം മാത്രമാണ് മതിയെങ്കിൽ ആ പന്തിൻ്റെ ഏത് ആംഗിളിലുള്ള വിഷ്വൽ വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. മാവേലിക്ക് ചോദിച്ച വേറൊരു ഉഗ്രം ഫീച്ചറും കൂടെ പറയാണ്. എന്താണെന്നറിയോ, സ്റ്റെബിലൈസേഷനാണ്. നിലം പറ്റിയിട്ട് ഒരു ഡ്രോൺ പറത്തുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ വിഷ്വൽ, അതേപോലെയാണ് 360 ക്യാമറകളുടെ വിഷ്വൽ കിട്ടുക. നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ്. ഇപ്പോൾ മുന്തിയ ക്യാമറകളുണ്ടല്ലോ, ഇപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ ഏറ്റവും ടോപ്പ് സാധനങ്ങൾ വെച്ചിട്ട് എടുത്താലും ഈ സ്റ്റെബിലൈസേഷൻ കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു ഗിംബലൊക്കെ വാങ്ങേണ്ടി വരും. അതൊന്നും ആവശ്യമില്ല. നമ്മളെന്തുകൊണ്ടാണ് മാവേലിക്ക് 360 ക്യാമറകളിൽ DJI Osmo 360 സജസ്റ്റ് ചെയ്യുന്നത്? അതിന് 4 കാരണങ്ങളാണ് ഞാനിത് ഉപയോഗിച്ച ശേഷം എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത്തത്, വിഷ്വൽ ക്വാളിറ്റി ബെസ്റ്റാണ്. ഞാനൊരു 360 ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ വിഷ്വലും ഇതിൻ്റെ വിഷ്വലും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആണ് ഇതിനുള്ളത്. ഈ ക്വാളിറ്റി വീഡിയോയുടെ പിന്നിൽ വലിയ സെൻസറാണ്. 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സെൻസറിൻ്റെ ആകെ അളവ് 1 ഇഞ്ചായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വലിയ സെൻസർ എന്ന് പറഞ്ഞാൽ വിഷ്വൽ ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി ഒക്കെ കൂടും. ഈ പകൽ വിഷ്വൽ നോക്കുക, നല്ല കളറാണ്, അതൊക്കെ നമുക്ക് ലോഗിൽ ഷൂട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കളറ് നമുക്ക് റീറ്റെയിൻ ചെയ്യാം. രാത്രിയിലെ വിഷ്വൽ നോക്കുക, വലിയ നോയ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ഫോട്ടോസിലും വലിയ കുഴപ്പമില്ലെന്ന് കാണാം. രണ്ടാമത്, DJI എന്ന കമ്പനിയുടെ വിശ്വാസ്യത തന്നെയാണ്. ഡ്രോൺ മുതലേ 360 ക്യാമറ വരെയുള്ള വലിയ പ്രൊഡക്റ്റ് ലൈനപ്പാണ്. എല്ലാം ഒന്നിനൊന്നും വെച്ചോ. നമുക്കറിയാം DJIയുടെ ക്വാളിറ്റി എന്താണ്. ഇവരെ കുറേ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആണ് ഈ ക്വാളിറ്റിക്ക് മുകളിൽ. അതിനൊരു ഉദാഹരണം പറയാം, മറ്റ് 360 ക്യാമറകളിൽ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാൽ വലിയ ഇടങ്ങാറാണ്. അതായത് ഇൻബിൽറ്റ് മൈക്ക് ഉപയോഗിക്കണം. എന്നാൽ Osmo 360യിൽ ഒരു ഗുണമുള്ളത് എന്താ വെച്ചാൽ, DJIയുടെ മൈക്ക് റിസീവറില്ലാതെ നേരിട്ട് 360 ആയിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ അറിയാലോ, ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഓഡിയോ നോയ്സ് ഒന്നും ഇല്ലാതെ കിടിലനായിട്ട് വ്ളോഗ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, മറ്റ് 360 ക്യാമറകളിലൊക്കെ ചില സമയത്ത് സ്റ്റിച്ചിങ് ലൈൻസ് കാണും. സ്റ്റിച്ചിങ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്യാമറകളുടെ വിഷ്വൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വിഷ്വൽ ഇങ്ങനെ ബ്ലറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീഗലായിട്ടൊക്കെ കാണാം.
ആ ഒരു കുഴപ്പം ഞാൻ ഉപയോഗിക്കുന്ന 360 ക്യാമറയിലുണ്ട്. ഈ DJI Osmo 360യിൽ ഞാൻ അത് നോക്കി അതങ്ങനെ വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല. അപൂർവമായിട്ട് ചില ഏരിയയിൽ മാത്രം അങ്ങനെ ചില ലൈറ്റ് കുറയുമ്പോഴും അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ അങ്ങനെ ഒരു ഇത് വരുന്നുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചില ഷാർപ്പ് ലൈൻസ്, കമ്പികൾ, ഇതൊക്കെ അങ്ങനെ അടുത്തൂടെ പോകുമ്പോൾ അത്തരം സ്റ്റിച്ചിങ് പെർഫെക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതെല്ലാ ക്യാമറകളിലും അങ്ങനെ കിട്ടാറില്ല. 4, നമുക്ക് DJI Osmo 360 ക്യാമറ വാങ്ങുമ്പോൾ ഒരു മെമ്മറി കാർഡ് ഉടനടി വാങ്ങണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ 105 GB വിഷ്വൽ സ്റ്റോർ ചെയ്യാം. ഇതേ വാട്ടർ പ്രൂഫ് കേസ് ഇല്ലാതെ തന്നെ വെള്ളത്തിലിറക്കാവുന്ന 10 മീറ്റർ വരെ വെള്ളത്തിലിറക്കാവുന്ന ബോഡിയാണ്. IP68 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. പക്ഷേ ഞാൻ എപ്പോഴും ഈ വെള്ളത്തിലിറക്കുക എന്നുള്ളൊരു കാര്യത്തിനോട് അങ്ങനെ യോജിക്കുന്നില്ല. കാര്യം എന്താ അറിയോ, എനിക്ക് 360 ക്യാമറ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അത് ഉപ്പുകലത്തിൽ ഇറക്കിയപ്പോൾ ക്യാമറയ്ക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റിക്ക്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നം പറ്റിയിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതായി. കുത്തൊഴുക്ക്, നല്ല പ്രഷർ, ഇങ്ങനെയുള്ള ജലാശയങ്ങളിലൊന്നും ഈ ക്യാമറ ഇറക്കാതിരിക്കുകയാണ് ബെസ്റ്റ്. കാരണം ചില എന്തൊക്കെ റേറ്റിംഗ് പറഞ്ഞാലും ഇതിന് ചിലപ്പോൾ ആ പ്രഷറൊന്നും താങ്ങാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് നോക്കാം. ക്വിക്ക് സ്വിച്ച്, പിന്നെ ഇതാണ് ലെൻസ് ഷിഫ്റ്റർ, പവർ ബട്ടൺ, 2 ഇഞ്ചിൻ്റെ സ്ക്രീൻ. ഇനി സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സെൻസർ 1/1.1 ഇഞ്ച്, ഫോട്ടോ റെസൊല്യൂഷൻ 360 ആണെങ്കിൽ 120 MP അല്ലെങ്കിൽ 30.72 MP, 8K 50 ഫ്രെയിം പെർ സെക്കൻഡ് 360. അപ്പോൾ ഇതാണ് DJI Osmo 360യുടെ ഞങ്ങളുടെ റിവ്യൂ. തീർച്ചയായും നമുക്കിത് വാങ്ങാവുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. എൻ്റെ 360 മാറ്റുമ്പോൾ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുമെന്ന് കരുതുന്നുണ്ട്. ട്രാവലറിൻ്റെ അടുത്തൊരു ടെക് വീഡിയോയിൽ കാണാം.